Hi students, welcome to a new class and new topic, types of experimental design. Last class experimental designs എന്താണ് അഡ്വാൻറ്റേജും ടൈപ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് different types of experimental design ആണ് പറയുന്നത്. Experimental investigation can be conducted on groups or individuals. നമുക്ക് ഈ experimental investigation നടത്തണമെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. The structure of the design changes as group experimental design or single subject experimental design. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ ഡിസൈൻ ചേഞ്ചിനനുസരിച്ചിട്ടായിരിക്കും. അത് ഗ്രൂപ്പാണോ സിംഗിൾ ആണോ എന്നൊക്കെ സെലക്ട് ചെയ്യാം. ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ബി ഡിഫറെൻറ്റ് ഫോംസ് ഇഫ് ദർ ഈസ് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ദെൻ എ സിംഗിൾ വേരിയബിൾ ഡിസൈൻ ഈസ് യൂസ്ഡ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണോ നമ്മുടെ ഡിസൈൻ വരുന്നത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഗ്രൂപ്പാണോ സിംഗിളാണോ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞു. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സിംഗിൾ വേരിയബിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ സിംഗിൾ വേരിയബിൾ ഡിസൈൻ ആയിരിക്കും യൂസ് ചെയ്യുക. ഇഫ് ദർ ആർ 2 or more independent variables and at least one can be manipulated, then a factorial design should be chosen. ഇനി ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവുകയും എന്നാൽ മിനിമം ഒന്നെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെങ്കിലും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാക്ടോറിയൽ ഡിസൈൻ ആയിരിക്കും. ഇനി സിംഗിൾ വേരിയബിൾ ഡിസൈൻസ് എന്താണ്? സിംഗിൾ വേരിയബിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ദീസ് സ്റ്റഡീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ 3 മെയിൻ ഹെഡിങ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് കൺട്രോൾ മെയിൻറ്റെയിൻഡ് ഓൺ അതർ വേരിയബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നത് ഏതിൻ്റെ മുകളിലാണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മുകളിലാണ്. ഇനി ഇങ്ങനൊരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ അത് മറ്റുള്ള വേരിയബിൾസിനെ എത്രത്തോളം അതിൻ്റെ ഡിഗ്രി കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ബേസിലാണ് ഈ സിംഗിൾ വേരിയബിൾ ഡിസൈൻസ് പറയുന്നത്. സിംഗിൾ വേരിയബിൾ ഡിസൈൻസിൽ പ്രധാനമായിട്ടും 3 ഡിഗ്രി ഓഫ് കൺട്രോൾസ് ഉള്ളത്. ഒന്ന് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ഒന്ന് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആൻഡ് നെക്സ്റ്റ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3 എക്സ്പെരിമെൻ്റൽ ഡിസൈനാണ്. ആദ്യത്തത് പ്രീ ആണ്, എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്. ട്രൂ എക്സ്പെരിമെൻ്റ് പറഞ്ഞാൽ ആക്ച്വലി എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. ക്വാസി എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റ് ആണ് എന്നതല്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ ഇതിനെ 3നെയും നമ്മൾ പറഞ്ഞു സിംഗിൾ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി ഓഫ് കൺട്രോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രീ എന്ന് പറയുമ്പോൾ വളരെ ലോ ആണ്, ട്രൂ എന്ന് പറയുമ്പോൾ അത് ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ്, ക്വാസി എന്ന് പറയുമ്പോൾ മീഡിയം ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് അവിടെ വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ദീസ് ഡിസൈൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ ആബ്സെൻസ് ഓഫ് റാൻഡമൈസേഷൻ. ഈ ഡിസൈനിൽ പ്രധാനമായിട്ടും റാൻഡമൈസേഷൻ ഇല്ല. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആർ ക്ലാസിഫൈഡ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദർ ഈസ് ആൻ involvement of 1 or 2 groups and whether the groups are post-tested only or both are pre-tested and post-tested. ഇവിടെ നമ്മൾ ഒന്നോ അതിലധികമോ ഗ്രൂപ്പുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചില ഗ്രൂപ്പിനെ നമ്മൾ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നു. ചിലതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീ ടെസ്റ്റും നടത്തും പോസ്റ്റ് ടെസ്റ്റും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് വൺ ഷോട്ട് കേസ് സ്റ്റഡീസ്. വൺ ഷോട്ട് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ്ഡ് ടു ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓൺലി എ പോസ്റ്റ് ടെസ്റ്റ് ഈസ് ഗിവൻ ടു ഒബ്സർവ് ഓർ മെഷർ ദ ഇഫക്റ്റ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഓൺ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്തിൻ ദ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് വൺ ഷോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ മാത്രമാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിനുശേഷം അതിനെ പോസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യണം. കാരണം എന്തൊക്കെ മാറ്റങ്ങളാണ് അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ വരുത്തിയിരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. സിൻസ് ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺ എ സിംഗിൾ ഗ്രൂപ്പ്, കാരണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരൊറ്റ ഗ്രൂപ്പിൽ മാത്രമാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ദർ ഈസ് നോ കൺട്രോൾ ഗ്രൂപ്പ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് ഡിസൈൻ. ഇതിൽ കൺട്രോൾ ഗ്രൂപ്പ് ഇല്ല. ദ ചോസൺ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ്ഡ് ടു എ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ടെസ്റ്റഡ് ഓൺലി വൺസ് ഫോർ ദ പർപ്പസ് ഓഫ് മെഷറിങ്. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു ഗ്രൂപ്പിനെ മാത്രം സെലക്ട് ചെയ്യുന്നു, ആ ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അതിനുശേഷം അത് പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ അതിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് മെഷർ ചെയ്യുന്നു.
ഇതാണ് വൺ ഷോട്ട് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. വൺ ഷോട്ട് ഒരൊറ്റ ഗ്രൂപ്പ് മാത്രം എടുത്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നു. രണ്ടാമത്തത് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. One group is pre-tested and exposed to treatment and then post-tested. അപ്പോൾ ഇതിൻ്റെ എല്ലാം സിംഗിൾ എക്സ്പെരിമെൻ്റൽ ഡിസൈനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൽ എല്ലാം ഒരു ഗ്രൂപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു ഗ്രൂപ്പിനെ പ്രീ ടെസ്റ്റ് ചെയ്യുന്നു, ഒപ്പം തന്നെ അതിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിനുശേഷം പോസ്റ്റ് ടെസ്റ്റും ചെയ്യുന്നു. ഇതിനെയാണ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. ആ ഹെഡിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ഗ്രൂപ്പിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, എന്നതിന് ശേഷം അതിലേക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. ദ ഫസ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. പ്രീ ടെസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലാണ്. പിന്നെ ടെസ്റ്റ് കൊടുത്തതിന് ശേഷം സെക്കൻഡ് വൺ അറ്റ് ദ എൻഡ്, പോസ്റ്റ് ടെസ്റ്റ് ലാസ്റ്റ് ആണ് ചെയ്യുന്നത്. ദിസ് ഡിസൈൻ ഈസ് ബെറ്റർ ദാൻ വൺ ഷോട്ട് കേസ് സ്റ്റഡി ഡിസൈൻ, ബട്ട് ഇറ്റ് സ്റ്റിൽ ഹാവ് സം വീക്ക്നെസ് ബിക്കോസ് നോ പ്രോപ്പർ സെലക്ഷൻ ഈസ് മെയ്ഡ് ടേക്കിംഗ് ദ അതർ പോസിബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻ ടു കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് കുറച്ച് വീക്ക് പോയിൻറ്റ്സുകൾ ഉണ്ട് ഈ ഒരു മെത്തേഡിന്. ആദ്യത്തെ മെത്തേഡിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണ്, പക്ഷേ കുറച്ച് വീക്ക്നെസ്സുകളുണ്ട്. കാരണം ഇവിടെ പ്രോപ്പർ സെലക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നത്, ഇതിലൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു മാർക്കറ്റിംഗ് മാനേജർ അവരുടെ വിഷസ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു സെയിൽസ് പേഴ്സണൽ, അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഹി മെഷേഴ്സ് സെയിൽസ് നോളജ് ബിഫോർ ദേ ആർ എക്സ്പോസ് ടു ദ എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ് and then measure their sales knowledge after the exposure to the treatment. Here, pre-test and post-test is done and measure the influence of training. Although his design has number of limitations, it is widely used in business research. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. കാരണം അവരുടെ സെയിൽസ് പേഴ്സണൽസിന് കുറച്ച് ട്രെയിനിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ കുറേ പോരായ്മകൾ കണ്ടതുകൊണ്ടാണ്. അതാണ് അതിൻ്റെ പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് ട്രെയിനിങ് കൊടുക്കുന്നു, കൊടുത്തതിന് ശേഷം അവർക്ക് വന്ന ചേഞ്ചസ് എന്താണെന്ന് മെഷർ ചെയ്യുന്നു, അതിൻ്റെ ഇൻഫ്ലുവൻസ് ആ ട്രെയിനിങ്ങിൻ്റെ മെഷർ ചെയ്യുന്നു. ഇതാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് അപ്പോൾ അതിൽ തന്നെ ക്ലിയർ ആണ്, ഒരു ഗ്രൂപ്പ് എടുക്കുന്നുള്ളൂ, അതിനെ പ്രീ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ടെസ്റ്റും ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തത് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ. ഇൻ ദിസ് ഡിസൈൻ അറ്റ്ലീസ്റ്റ് 2 ഗ്രൂപ്പ്സ് ആർ ഇൻവോൾവ്. ഇവിടെ നമുക്ക് 2 ഗ്രൂപ്പെങ്കിലും ഇൻവോൾവ് ചെയ്യിക്കാം. After one group receives the treatment, all groups are post-tested. അതിൽ ഒരു ഗ്രൂപ്പ് മാത്രം ട്രീറ്റ്മെൻറ്റ് റിസീവ് ചെയ്യുന്നു, അതിനുശേഷം എല്ലാ ഗ്രൂപ്പ്സിനെയും നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ. കാരണം ഒരു ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യാം. ആക്ച്വലി 2 ഗ്രൂപ്പ്സ് ഇവിടെ ഇൻവോൾവ് ആവുന്നു, ഒരു ഗ്രൂപ്പിന് മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, കൊടുത്തതിന് ശേഷം ബാക്കി എല്ലാ ഗ്രൂപ്പിനെയും പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ മെത്തേഡിൽ പറയുന്നത്, ആദ്യത്തെ പ്രീ എക്സ്പെരിമെൻ്റലായിരുന്നു, അതായത് ലോ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ഇവിടെ ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് വരുന്നത്. ഈ ഡിസൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, റിസർച്ചർ റാൻഡംലി അസൈൻസ് ടെസ്റ്റ് യൂണിറ്റ്സ് ടു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ്. ഇവിടെ റിസർച്ചർ എന്താ ചെയ്യുന്നത്? റാൻഡമായിട്ട് അസൈൻ ചെയ്യണം ടെസ്റ്റ് യൂണിറ്റ് ടു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ്. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഹാവ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കൺട്രോൾ എമംഗ് the 3 single variable experimental design because the subjects within the groups are randomly assigned for each group. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, റാൻഡമായിട്ട് അസൈൻ ചെയ്യുക ഓരോ ഗ്രൂപ്പിനും. അതാണ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. When subjects are randomly assigned, there is higher control of the internal validity as well as the external validity. നമ്മളിങ്ങനെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയും റാൻഡമായിട്ട് ഓരോ ഗ്രൂപ്പിനും അസൈൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ ഹയർ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് വരുന്നത്. ഏതിൻ്റെ കേസിൽ? ഇൻറ്റേർണൽ വാലിഡിറ്റി ആണെങ്കിലും എക്സ്റ്റേണൽ വാലിഡിറ്റി ആണെങ്കിലും. Moreover, there is always a control group to compare the results of the subjects in the experiment with the other subjects of similar status that have not been exposed to the experiment or treatment. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എക്സ്റ്റേണൽ ഇൻറ്റേർണൽ വാലിഡിറ്റീന് ഹയർ ഡിഗ്രി ഓഫ് കൺട്രോളിൽ
റാൻഡമായിട്ട് സബ്ജക്റ്റ് അസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടായിരിക്കും. അതിനെ വെച്ചുകൊണ്ടാണ് ഈ റിസൾട്ട് കമ്പയർ ചെയ്യുന്നത്. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ മസ്റ്റ് എംപ്ലോയ് ദ ഫോളോയിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഇതിൽ ചെയ്യുന്ന പ്രോസസ്സ്? ആദ്യം റാൻഡം സെലക്ഷൻ ഓഫ് സബ്ജക്റ്റ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. അതായത് കംപ്ലീറ്റ് അല്ലാതെ നമ്മൾ ഓരോന്നായിട്ട് ഓരോടെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൊടുക്കാം. കൺട്രോൾ ഗ്രൂപ്പിനെ യൂസ് ചെയ്യുന്നു ഇവിടെ. റാൻഡം അസൈൻമെൻറ്റ് ടു കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. അതിനുശേഷം റാൻഡം അസൈൻമെൻറ്റ് ഓഫ് ഗ്രൂപ്പ്സ് ടു കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ്. അപ്പോൾ റാൻഡമൈസേഷൻ വരുമ്പോൾ റിസർച്ചർക്ക് ദാറ്റ് റിപ്പിറ്റീഷൻസ് ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് അണ്ടർ ദ സെയിം കണ്ടീഷൻ വിൽ ഷോ ദ ട്രൂ ഇഫക്റ്റ്. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ ഓരോ എക്സ്പെരിമെൻറ്റും, അതായത് കൺട്രോൾ ഗ്രൂപ്പിലും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലും ഒരേ കണ്ടീഷനിൽ നിന്നുകൊണ്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടാം? വിൽ ഷോ ദ ട്രൂ ഇഫക്റ്റ് അറിയാനാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ദ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. അപ്പോൾ ഇവിടെ പേര് തന്നെ ക്ലിയർ ആണ്. ഇൻ ദിസ് ഡിസൈൻ വിച്ച് യൂസസ് ടു ഗ്രൂപ്പ്സ്. One group is given the treatment and the results are gathered at the end. അപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഇവിടെ. അതിൽ ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, റിസൾട്ട്സ് നമ്മൾ എൻഡിൽ ഗ്യാദർ ചെയ്യുന്നു. കൺട്രോൾ ഗ്രൂപ്പാണ് എന്ത് കിട്ടാത്തത്? ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തത്. ഓവർ ദ സെയിം പീരീഡ് ഓഫ് ടൈം ബട്ട് അണ്ടർഗോസ് എക്സാക്ട്ലി ദ സെയിം ടെസ്റ്റ്. വിൽ ദിസ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി ഡിസൈൻ ഡസ് ഫൈൻഡ് മെനി യൂസസ്. ഇവിടെ പോസ്റ്റ് ഡിസൈനിന് മെനി യൂസസ് ഉണ്ട്. അതൊപ്പം തന്നെ അതിൻ്റെ ലിമിറ്റ് സ്കോപ്പ് ലിമിറ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വാലിഡിറ്റിന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ അസൈൻമെൻറ്റ് ബയാസ് ഉണ്ടാവാം. കാരണം റിസർച്ചർ നോസ് നത്തിങ് അബൌട്ട് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വിത്തിൻ ദ കൺട്രോൾ ഗ്രൂപ്പ്. കൺട്രോൾ ഗ്രൂപ്പിൻ്റെ ഉള്ള ഡിഫറൻസുകൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ഒന്നും നമുക്ക് റിസർച്ചർക്ക് അറിഞ്ഞോളന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്കമ്മിനെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഗ്രൂപ്പ് എടുക്കുന്നു. അതിൽ ഒന്ന് എക്സ്പെരിമെൻറ്റിലാണ്, ഒന്ന് കൺട്രോൾ ഗ്രൂപ്പാണ്. റാൻഡമായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നു. അതേസമയം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡിൽ ദ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഇതാണ് കുറച്ചും കൂടി യൂസ്ഫുൾ ആയത്. എൻഷുർ ഇൻറ്റേർണൽ വാലിഡിറ്റി ഒന്നും കൂടി സ്ട്രോങ് ലെവലിൽ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് ഡിസൈൻ ഈസ് റിലേറ്റീവ്ലി സിമ്പിൾ ആൻഡ് ഇൻവോൾവ്സ് റാൻഡംലി അസൈനിങ് സബ്ജക്ട്സ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ്. ടു ഗ്രൂപ്പ് നമുക്കറിയാലോ, ടെസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് പറയും, മറ്റത് കൺട്രോൾ ഗ്രൂപ്പും. ബോത്ത് ഗ്രൂപ്പ്സ് ആർ പ്രീ ടെസ്റ്റഡ്. രണ്ട് ഗ്രൂപ്പിനെ ഇവിടെ പ്രീ ടെസ്റ്റും ചെയ്യും, അതേപോലെ തന്നെ പോസ്റ്റ് ടെസ്റ്റും ചെയ്യും. അൾട്ടിമേറ്റ് ഡിഫറൻസ് ബീയിങ് ദാറ്റ് വൺ ഗ്രൂപ്പ് വാസ് അഡ്മിനിസ്റ്റേർഡ് ദ ട്രീറ്റ്മെൻറ്റ്. ഡിഫറൻസ് ഉണ്ടാവുന്നത് ഏതിനാണോ ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് അതിലായിരിക്കും ഡിഫറൻസ് ഉണ്ടായിരിക്കാം. This test allows a number of distinct analyses, giving researchers the tools to filter out the experimental noise and confounding variables. Internal validity of this design is strong because the pretest ensures that the groups are equivalent. ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ വാലിഡിറ്റി കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. കാരണം രണ്ട് ഗ്രൂപ്പിനെയും നമ്മൾ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് രണ്ട് ഗ്രൂപ്പും എന്താണ്, ഒരു ഇക്വലൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഇനി മൂന്നാമത്തെയാണ് വേറൊരു ഡിസൈൻ പറയുന്നത് സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ 4 ഗ്രൂപ്പ് ഡിസൈൻ. ദിസ് ഡിസൈൻ കണ്ടെയ്ൻസ് 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പ്. അപ്പോൾ ഓൾറെഡി ഉള്ള ഗ്രൂപ്പിന് പുറമെ 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പും കൂടി വരികയാണ്. ആദ്യം നമുക്കുള്ളത് ഒരു കൺട്രോൾ ഗ്രൂപ്പും ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഉണ്ട്. അതിനോടൊപ്പം തന്നെ 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പും കൂടി വരുന്നു, which is served to reduce the influence of confounding or extraneous variable and allow the researcher to test whether the pretest itself has an effect on the subjects. ഈ 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ കൺഫൗണ്ടിങ് ഓർ എക്സ്ട്രീനിയസ് വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ റിസർച്ചർക്ക് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഇഫക്റ്റ് അറിയാനും സബ്ജക്ട്സിൻ്റെ മുകളിൽ വരുന്ന ഇഫക്റ്റ് അറിയാനും സാധിക്കുന്നു. ദിസ് ഡിസൈൻ എക്സ്പ്ലിസിറ്റ്ലി കൺട്രോൾസ് ഫോർ interactive testing effects in addition to controlling for all extraneous variable. എല്ലാ എക്സ്ട്രീനിയസ് വേരിയബിളിനെയും അഡീഷണൽ ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് കൺട്രോളാണ് ഈ ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്നത്.
മച്ച് മോർ കോംപ്ലെക്സ് ടു സെറ്റപ്പ് ആൻഡ് അനലൈസ്. ഇതിൻ്റെ പ്രത്യേകത കുറച്ചുകൂടി കോംപ്ലെക്സ് ആണ് അനലൈസ് ചെയ്യാനും സെറ്റപ്പ് ചെയ്യാനും. ആൻഡ് കോമ്പാറ്റ്സ് മെനി ഓഫ് ദി ഇൻറ്റേർണൽ വാലിഡിറ്റി ഇഷ്യൂസ് ഇതിനുണ്ടായിട്ടുണ്ട്. It always allows the researcher to exert complete control over the variable and allows the researcher to check that the pretest did not influence the result. ഇത് വളരെ റെയറായിട്ട് മാത്രമാണ് ബിസിനസ്സിൽ യൂസ് ചെയ്യുള്ളൂ. കാരണം വെരി എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. ഇത് വളരെ എക്സ്പെൻസീവും ടൈം കൺസ്യൂമിങ്ങുമാണ്. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് 2 ഗ്രൂപ്പ് ഡിസൈൻ ആണ്. ആൻഡ് ദ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾസ് ഡിസൈൻ. പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഡിസൈനിന് മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ പല കോമ്പിനേഷൻസും നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മൂന്നാമത്തെ മെത്തേഡാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് മീഡിയം ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് അവിടെ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് കൺസ്ട്രക്ഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ റിയൽ വേൾഡ്. റിയൽ വേൾഡിൽ എന്താണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഇറ്റ് വിൽ ഹാവ് സം സോർട്ട് ഓഫ് കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, ബട്ട് ദീസ് ഗ്രൂപ്പ്സ് പ്രോബബ്ലി വെർ ഇൻ റാൻഡംലി സെലക്റ്റഡ്. ഇതിൽ കൺട്രോൾ ഗ്രൂപ്പിനെ നമുക്ക് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് വിൽ ഹാവ് സം സോർട്ട്. ഒരു പ്രത്യേക തരത്തിലാണ് ഇത് സോർട്ട് ചെയ്യുന്നത്. കൺട്രോൾ ഗ്രൂപ്പ് ഏതാണ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പാണ് എന്താണെന്നുള്ളതൊക്കെ. പക്ഷെ അവിടെ റാൻഡം ആയിട്ടൊന്നുമല്ല സെലക്ട് ചെയ്യുന്നത്. റാൻഡം സെലക്ഷൻ ഈസ് യൂഷ്വലി വേർ ട്രൂ എക്സ്പെരിമെൻ്റൽ ആൻഡ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ഡിഫർ. നമ്മൾ നേരത്തെ പറഞ്ഞത് ട്രൂ എക്സ്പെരിമെൻ്റലിലാണ് ഈ റാൻഡം സെലക്ഷൻ വരുന്നത്. ക്വാസി എക്സ്പെരിമെൻ്റലിൽ അത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ദിസ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ദാറ്റ് ഡസ് നോട്ട് മീറ്റ് ഓൾ റിക്വയർമെൻറ്റ്സ്. ഈ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? ഫോർ കൺട്രോളിങ് ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്ട്രീനിയസ് വേരിയബിൾ. എക്സ്ട്രീനിയസ് വേരിയബിളിനെ കൺട്രോൾ അതിൻ്റെ ഇൻഫ്ലുവൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യാത്ത ഒരു ടൈപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈനാണിത്. ഇറ്റ് മേ ബി കണ്ടക്റ്റഡ് ഇൻ 3 ഡിഫറെൻറ്റ് ഫോംസ്. 3 ഡിഫറെൻറ്റ് ഫോംസിലാണ് ഇത് കണ്ടക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ്സ്. നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡിസൈൻ. സോഷ്യൽ റിസർച്ചിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് റാൻഡമൈസ്ഡ് എക്സ്പെരിമെൻറ്റ്, but it lacks the key feature of randomized design. ഇത് ശരിക്കും സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഇതുപോലെ തന്നെയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് റാൻഡമൈസ്ഡ് എക്സ്പെരിമെൻ്റ് ആണ്. പക്ഷേ ഇതിൽ ഏതില്ല, റാൻഡമൈസ്ഡ് ഡിസൈനിൻ്റെ ഫീച്ചർ ഇവിടെ കുറവായിരിക്കും. ദിസ് കൈൻഡ് ഓഫ് ഡിസൈൻ ഇൻക്ലൂഡ്സ് അറ്റ്ലീസ്റ്റ് ആൻ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ആൻഡ് എ കൺട്രോൾ ഗ്രൂപ്പ്. ഈ ഒരു ഡിസൈനിൽ മിനിമം ഒരു എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പും ഒരു കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടായിരിക്കും. Participants are not randomly assigned to groups. പാർട്ടിസിപ്പൻസിനെ റാൻഡം ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാവില്ല ഓരോ ഗ്രൂപ്പിലേക്ക്. അതുകൊണ്ടാണ് നോൺ ഇക്വലൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇക്വലൻ്റ് ആയിട്ട് നമ്മളൊന്നും അസൈൻ ചെയ്യുന്നില്ല. നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ഈസ് സിമിലർ ടു പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എക്സെപ്റ്റ് ദാറ്റ് നോ റാൻഡമൈസേഷൻ ഈസ് റിക്വയർഡ്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, റാൻഡമൈസേഷൻ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ദ ഗ്രൂപ്പ്സ് ആർ ജനറലി ചോസൺ ഫ്രം ക്ലസ്റ്റേർഡ് യൂണിറ്റ്സ് സച്ച് ആസ് ക്ലാസ് റൂംസ് ഓർ കൗൺസിലിംഗ് ഗ്രൂപ്പ്സ്. ഇവിടെ ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ക്ലസ്റ്റർ ആയിട്ടാണ്. അതായത് ക്ലാസ് റൂമുകൾ, കൗൺസിലിംഗ് ഗ്രൂപ്പ്, അങ്ങനെ ക്ലസ്റ്റർ ആയിട്ടാണ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ഈ ഡിസൈൻ്റെ മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് റാൻഡമൈസേഷൻ ഇല്ലാത്തതും variables related to history, maturation or testing may interfere with the effect of the treatment. ഇതാണ് നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈം സീരീസ് ഡിസൈൻ ആണ്. ഇത് എലാബറേറ്റഡ് വേർഷനാണ്. ഈ വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ചിരിക്കുന്നതിൻ്റെ ആദ്യത്തെ ടൈപ്പ് ലോ ഡിഗ്രി ഓഫ് കൺട്രോൾ, അതായത് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ 3 വിഭാഗത്തിലും, അതായത് 3 വിഭാഗം എന്ന് പറയുന്നത് പ്രീ എക്സ്പെരിമെൻ്റൽ, ട്രൂ എക്സ്പെരിമെൻ്റൽ, ക്വാസി എക്സ്പെരിമെൻ്റൽ. ഈ 3ലും 3 സബ് പോയിൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. അതിൽ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ്റെ സെക്കൻഡ് പോയിൻറ്റ്, അതായത് 1 ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈനാണ് ഇവിടെ പറയുന്നത്.
ആ ഒരു മെത്തേഡിൻ്റെ റിപ്പീറ്റഡ് ഫോം. ടൈം സീരീസ് ഡിസൈൻ എലാബറേറ്റ് ചെയ്തൊരു വേർഷനാണ് ഈ ഫസ്റ്റ് പോയിന്റിൻ്റെ സെക്കൻഡ് വൺ. അതിന് എലാബറേറ്റ് ചെയ്തൊരു ഫോമാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ സെൻസ് ദാറ്റ് സബ്ജക്ട്സ് ആർ റിപ്പീറ്റഡ്ലി പ്രീ ടെസ്റ്റഡ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് rather than being tested once at the beginning and second time at the end of treatment. അവിടെ നമ്മൾ ചെയ്യുന്നത് തുടക്കത്തിലും അവസാനത്തിലും ഓരോ ടെസ്റ്റാണ് നടക്കുന്നത്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ടൈം സീരീസ് ഡിസൈൻ ഇൻക്ലൂഡ്സ് എ സീരീസ് ഓഫ് പീരിയോഡിക് മെഷർമെൻറ്റ് ഓൺ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് യൂണിറ്റ്. ഏത് ടെസ്റ്റ് യൂണിറ്റാണോ എടുക്കുന്നത് അതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ ഓരോ കൃത്യമായ ടൈം പീരീഡ് വെച്ചുകൊണ്ട് മെഷർ ചെയ്യുന്നു. This is a quasi experiment because there is no randomization of test unit. ഇതും ക്വാസി എക്സ്പെരിമെൻ്റ് തന്നെയാണ്, ഇവിടെയും റാൻഡമൈസേഷൻ ഇല്ല. ഇനി ടൈം സീരീസ് ഡിസൈനിൽ പറയേണ്ടത് പെർട്ടിക്കുലർ ടൈം പീരീഡിൽ പീരിയോഡിക്കായിട്ടൊരു മെഷർമെൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മുകളിൽ നമ്മളവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് ടൈം സീരീസ് ഡിസൈനിൽ വരുന്നത്. കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നുണ്ട്. കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻസ് ആർ യൂസ്ഡ് to equate the experimental and control groups. കൺട്രോൾ ഗ്രൂപ്പിനെയും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെയും ഇക്വേറ്റ് ചെയ്യുന്ന ഒരേപോലെ എത്തിക്കുന്ന കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈനാണിത്. ദ ട്രീറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ടു ഓൾ ഗ്രൂപ്പ്സ് ഇൻ എ ഡിഫറെൻറ്റ് ഓർഡർ ആൻഡ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഷുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പിൻ്റെ എണ്ണവും ഓരോ ഗ്രൂപ്പിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ എണ്ണവും ഇവിടെ തുല്യമായിരിക്കും. The treatments are given to all the groups in a different order. എല്ലാ ഗ്രൂപ്പ്സിനും കൊടുക്കും, ഡിഫറെൻ്റ് ഓർഡറിലായിരിക്കും. പക്ഷേ എടുക്കുന്ന ഗ്രൂപ്പും കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇൻ അതർ വേർഡ്സ്, ഇഫ് ദർ ആർ 2 ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ദർ ഷുഡ് ബി 2 ഗ്രൂപ്പ്. അതിൻ്റെ അർത്ഥം എന്താ, 2 ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ 2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അത് രണ്ടും തുല്യമായിരിക്കും. All 3 categories of quasi-experimental design are similar to some extent to the true experimental design. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മെത്തേഡും ഏകദേശം ഏതിന് തുല്യം തന്നെയാണ്, പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ പോലെ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്, ക്വാസിയിൽ വരുന്നതും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് 3 എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, പ്രീ, ട്രൂ, ക്വാസി. അപ്പോൾ അതേ ഓർഡറിൽ പഠിക്കുക. ലോ ഡിഗ്രി, ഹൈ ഡിഗ്രി, മീഡിയം ഡിഗ്രി. ഇനി ഓരോന്നിലും 3 ടൈപ്പ് വരുന്നുണ്ട്. ആ 3 ടൈപ്പ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.